ഗുരുവായൂരപ്പ ഐശ്വര്യമായിട്ട് കട തുറന്നിരിക്കുകയാണേ. എണ്ണം പറഞ്ഞ നല്ല 10 നല്ല തലകൾ വന്ന് കയറണേ. ഒരുപാട് താടിയും മീശയും മുടികളും എല്ലാം ജനങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട് നീ അവർക്ക് അവരുടെ തലയിൽ ഉമ്മം കുരിപ്പിക്കണേ. അയ്യോ നല്ല 10 തലകൾ വന്ന് വെട്ടിയിട്ട് വേണം. ഹലോ ഹലോ. ഓക്കെ ഓക്കെ ഞാൻ അവിടെ എത്തിയേ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ മണമായി പൗർണ്ണി. നീ എന്നെ എടുക്കുക? അല്ല ഞാനൊന്ന് മുഖം നോക്കുന്നു. ഈ മുഖം ഇനി അതിൻ്റെ അകത്ത് എന്നാ നോക്കാനാടാ? ഈ ഉള്ളത് നോക്കിയതൊക്കെ മതി. മുതലാളി ഞാൻ കട വരെ ഒന്ന് പോയിട്ട് വന്നേ. ഏത് എന്നാ എന്നാന്ന് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ വെച്ച് സാധനം വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നു. പിന്നെ മുതലാളി, ഈ ബ്ലേഡിൽ നിന്ന് കാശെടുത്ത വല്ല പ്രശ്നമുണ്ടല്ലോ? ബ്ലേഡിൽ നിന്ന് കാശെടുത്ത ഒരു പ്രശ്നമില്ല. പക്ഷെ ബ്ലേഡിൽ നിന്നൊക്കെ കാശ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മുടിഞ്ഞ പലിശയാണ് അവിടെയൊക്കെ. അതല്ല, കറക്റ്റ് സമയത്ത് പലിശ തിരിച്ചു കൊടുത്തില്ലേ അവന്മാർ വന്ന് കുത്തിന് കയറി പിടിക്കും. തന്നെയല്ല പൈസ എടുക്കുന്നൊക്കെ കൊള്ളാം, നീ തന്നെ അടച്ചോടെ. പിന്നെ അത് എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് വരരുത്. അതല്ല മുതലാളി. പിന്നെ എന്നാ? രാവിലെ ബ്ലേഡ് വാങ്ങിക്കാൻ മുതലാളി കാശ് തന്നില്ലേ? അതിൽ നിന്ന് ഞാൻ പൈസ എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്ത് വാങ്ങിക്കാൻ തന്നാലും അന്നേരം അതിൽ നിന്ന് കമ്മിക്കണം. നീ ഒരു സാധനം വാങ്ങിക്കാൻ പോകണ്ട, ഞാൻ പോയി വാങ്ങിച്ചോളല്ല. അല്ല മുതലാളി, എന്നെ കൂടെ ഒന്ന് കട്ടിങ് ഒന്ന് പഠിപ്പിക്കണേ. നിന്നെ ഈ കടയിൽ നിന്ന് ഞാൻ എങ്ങനെ കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുക. എന്ത് വാങ്ങിക്കാൻ തന്നാലും അതിൽ നിന്ന് നീ വൃത്തിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ടല്ലോ. നീ ഇതുകൂടെ പഠിക്കണോ? നീ ഇവിടെ എങ്ങനെ ഇരിക്കും? ആള് വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് വെട്ടിക്കോളാം. നീ വെട്ടണ്ട, ഞാൻ വെട്ടുന്നത് നീ കണ്ടുപഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ പഠിക്കണ്ട? പഠിക്കാം, അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയും. ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. അതിനുള്ള എന്നാ സമയം കിട്ടുന്നത്? അയ്യോ എന്റെ അടാ, എന്താ ഒന്നും പറ്റില്ല. എന്താ പറയുക? അതെ, ഞാൻ പണ്ട് പ്രേമിച്ച പെണ്ണ് കൊച്ചിനുമായിട്ട് മുടി വെട്ടാൻ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നതേ, ഞാൻ ഗൾഫിലാണ്, ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ്. ഞങ്ങൾ ഇടയ്ക്ക് മൊബൈലിൽ ചാറ്റ് ചെയ്യാറുണ്ട്. അവൾ ഇങ്ങോട്ട് വരികയാണെങ്കിലേ ഞാൻ മുടി വെട്ടാൻ വന്നയാള്, നീ കടയുടെ ഓണർ. എന്റെ ഇടയ്ക്ക് കയറി എന്റെ അടുത്ത് എന്നെ ചൂടാവുകയും ചെയ്യരുത്. കോട്ട് കിടപ്പുണ്ടായിരുന്നല്ലോ. എന്ത് ചെയ്ത്? മുതലാളി, മുതലാളി, ഞാൻ മുടി വെട്ടാൻ വന്നയാള്, നീ കടയുടെ ഓണർ. ഓക്കെ 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 ഓക്കെ. നമുക്ക് നല്ല സ്റ്റൈലായിട്ട് വെക്കണം. കഥ എവിടെ ഉള്ളത്? ഇവിടെ നോക്കാം നമുക്ക്. ഹലോ, മോന്റെ മുടി ഒന്ന് വെട്ടണമായിരുന്നു. മോന്റെ മുടിയോ? വെട്ടല. മോൻ കയറി ഇരിക്കുന്നു. എന്ത് പരിപാടിയാണ്? ഞാനല്ലേ ഇവിടെ ആദ്യം വന്നത്? എന്റെ മുടിയല്ലേ ആദ്യം വെട്ടേണ്ടത്? എനിക്ക് 4 ഫ്ലൈറ്റിൽ പോകണ്ടല്ലേ? അന്നേരം വേണം താൻ വേറൊരാളുടെ മുടി വെട്ടാൻ പോകുന്നത്. ഇതെന്ത് ഉത്തരവാദിത്തം വേണം? ഇങ്ങനെയാണ് ഒരു ബാർബർ ഷോപ്പ് നടത്തേണ്ടത്. ആദ്യം കൊടുക്കണ്ടേ? അർജുനേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഗീതു എന്താ ഇവിടെ? ഞാൻ എന്റെ മോന്റെ മുടി വെട്ടാൻ വന്നതാ. അപ്പോൾ വിവാഹം കഴിഞ്ഞോ? എന്റെ വിവാഹം കഴിഞ്ഞു. 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഓ മൈ ഗോഡ്. നീ ഇന്ന് വരും നാളെ വരും എന്നും ആലോചിച്ചു അങ്ങ് മരടാടുക. മരുഭൂമിയിൽ നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഞാൻ അവിടെ പോയി കിടക്കുകയായിരുന്നു. നീ ഇന്ന് വരും നാളെ വരും, എന്നിട്ട് നീ വേറെ വിവാഹം കഴിച്ച് നിനക്കൊരു കുട്ടിയുമായി അല്ലേ? അർജുനയുടെ ഒരു കാര്യം അറിയാവോ? അന്ന് എന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞില്ലേ? ഞാനൊരു ബാഗ് കൊണ്ട് ആ ഇടവഴി കാത്തു നിന്ന്. എന്നിട്ട് അർജുനേട്ടൻ ഏത് വഴിയാ പോയത്? ഞാൻ മെയിൻ റോഡ് വഴി പോയി. ആ വഴിയാണ് ഞാൻ നേരെ അങ്ങ് മരുഭൂമിയിലേക്ക് പോയത്. ആണോ? അപ്പൊ ഞാൻ അവിടെ കാത്തു നിന്നപ്പോഴും ദിവാകരേട്ടൻ അതുവഴി വന്നത്. രാത്രി തിരിച്ച് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ എനിക്ക്? അമ്മയോടൊക്കെ വഴക്കിട്ടിട്ട് ഇറങ്ങിയതാ ഞാൻ. ദിവാകരേട്ടൻ എന്നോട് പോരുന്നോന്ന് ചോദിച്ചു. ഞാൻ ദിവാകരേട്ടന്റെ കൂടെ അങ്ങ് പോയി. ഞാനൊരു പെണ്ണല്ലേ അർജുനേട്ടാ? ഓ നിഷ്കളങ്കതേ. ഇന്നും നീ എന്റെ മനസ്സിൽ കൂടിയിരിക്കുകയാണ്. ഞാൻ വിവാഹം പോലും കഴിക്കാത്തത് നീ എന്നെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അർജുനേട്ട വിവാഹം കഴിച്ചിട്ടില്ലേ? ഇല്ല. ഞാൻ അറിഞ്ഞില്ലല്ലോ അർജുനേട്ടാ. ഞാനും അത് അറിഞ്ഞില്ലായിരുന്നു. എന്ത്? വിവാഹം കഴിച്ചില്ല ഞാൻ. സഹിക്കുന്നില്ല അർജുനേട്ടാ. എത്ര സ്വപ്നങ്ങളായിരുന്നു.
നീ ഓർക്കുന്നുണ്ടോ ഒന്ന് ആമ്പൽ കുളത്തിന്ന് ഒരു ആമ്പൽ പറിച്ചു തരാൻ വേണ്ടി ഞാൻ ആമ്പൽ കുളത്തി ഇറങ്ങിയപ്പോൾ ഒരു മീൻ വന്നിട്ട് ചൊറിക്കാത്ത കുത്തിയിട്ട് കരഞ്ഞ് കൊണ്ടാരടി ഓർക്കുന്നുണ്ടോ? അതെല്ലാം വന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ആ പ്രാവശ്യം ചെളിക്കകത്ത് താന്നു പോയത് അർജുനേട്ടൻ. എന്നിട്ട് ഞാൻ മുടിയെ പിടിച്ച് പൊക്കി പിടിച്ച് കരഞ്ഞത്. അതെല്ലാം ഉള്ളിൽ വെച്ചിട്ട് നിനക്ക് എങ്ങനെ പറ്റി എന്നെ ഉപേക്ഷിച്ച് പോകാൻ? മോനെ അർജുൻ, എന്റെ പേരാണോ മോനിട്ടിരിക്കുന്നത്? എനിക്ക് എന്ന് ഓർക്കാൻ വേണ്ടിട്ട്. മുതലാളിയുടെ പേരാ ഞാൻ കേട്ടതൊക്കെ ഇങ്ങതരാ, ഞാൻ കേട്ടു. കുഞ്ഞിങ്ങ് വരൂ. മോന്റെ പേര് അർജുൻ. ആവൂ, എനിക്ക് പറക്കാതെ പോയ സണ്ണിയാണല്ലോ മോനെ ഉണ്ണി. നീ മോൻ വെട്ടിക്കൂ. അല്ല അർജുനേട്ടന് വെട്ടിയിട്ട് മതി. എനിക്ക് 4:30 ഫ്ലൈറ്റ് പോകേണ്ടതായിരുന്നു. ഞാൻ 5:30 ഇനി പൊക്കോളാം. ഓ ശരി. മുതലാളി ഇപ്പോഴും അർജുനേട്ടാ എന്താ? അല്ല ഇയാൾക്ക് വെട്ടാൻ അറിയെങ്കിൽ വെട്ടുമോ അത് വെച്ചു? ഏത് വെട്ടാണ് മോന് സ്റ്റൈലാണ്? വൺ സൈഡ്. ഇയാളുടെ കത്രയെ പിടുത്തം തന്നെ ഒരു ശരിയല്ല. എന്താണിത്? അല്ല അറിയില്ലേ? അല്ലേ അറിയാം പക്ഷെ ഈ മോൻ പറഞ്ഞ സ്റ്റൈൽ എനിക്ക് സൈഡ് മാത്രമല്ല, ഇവിടെ ബോക്സ് മോഡല് ക്ലീൻ ആയിട്ട് വെട്ടി വരയിട്ട് ഇവിടുത്തെ മുടിയില്ലേ അത് കളർ അടിക്കണം. ഇത്രയൊക്കെ ചെയ്യുവോ? കത്രിയ പിടുത്തം തന്നെ ഇയാളുടെ കൈ കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. ഇയാളുടെ കത്രിയ പിടിക്കുന്നതിന് തന്നെ ഒരു ഇതിന് ടക്ക് ടക്ക് ഒച്ചയുണ്ട്. ആ ഒച്ച തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇൻക്ലൂഡിങ് എന്ന് പറയുന്നത്. അല്ല ഞാൻ അങ്ങ് ദുബായിലെ മുൻ അങ്ങോട്ട് നോക്കിയിരിക്കൂ, കണ്ണാടിയിൽ നോക്കൂ. ദുബായിലെ ഞാൻ മുടി വെട്ടാൻ പോകുമ്പോൾ പല ബാർബർ ഷോപ്പുകളിൽ കയറുമ്പോഴും ഞാൻ പല രീതികളും കണ്ട് എന്തും കണ്ട് പഠിക്കുക എന്നുള്ളത് എന്റെ പണ്ടത്തെ ഒരു ചില്ല. ഞാനൊന്ന് കാണിച്ചു തരാം, അതേപോലെ ചെയ്താൽ മതി. അതുപോലെ ചെയ്തുതരാം. മോനെ ഏതാണ് ആദ്യം വേണ്ടെന്ന് പറഞ്ഞത്? വൺ സൈഡ്. വൺ സൈഡ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് അല്ലേ അത് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇവിടെ ക്ലീൻ ആവണല്ലോ. അവിടെ ക്ലീൻ ആണെങ്കിൽ അവിടെ ക്ലീൻ ആക്കാം. ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ. ഇപ്പൊ ഈ തല ചെയ്യുന്നില്ലേ, ഇതൊക്കെ ഞാൻ എത്രയോ സ്വപ്നം കണ്ടാണെന്നറിയോ? തല ചെയ്യുന്നതോ? അല്ല, നമ്മുടെ കുഞ്ഞിന് അർജുനേട്ടൻ തല ചെയ്യി കൊടുക്കുന്നതൊക്കെ. അതെന്താ ഇപ്പോഴും ഞാൻ അത് തന്നെ ചെയ്യാമല്ലോ. എനിക്ക് പെറുക്കാതെ പോയ സണ്ണി എന്ന് ഉണ്ണി. മോനെ ഞാനൊരു കാര്യം പറട്ടെ ഗീതുമോളെ, ഇവിടെ വെട്ടണ്ട, ഇവന്റെ അടുത്ത് വെട്ടണ്ട. അപ്പുറം ഒരു നല്ല കടയുണ്ട്, അവിടെ പോയാലും മോന്റെ ഈ സ്റ്റൈലിലുള്ള വെട്ട് അവിടെയുണ്ട്. എനിക്കങ്ങാണ്ട് അത് അറിയത്തില്ല. അതല്ലേ നല്ലത്? പിന്നെ ഒരു കാര്യം കൂടി, എക്സ്ക്യൂസ് മീ പ്ലീസ് കം. ഞാൻ ഇന്ന് 5:30 ഫ്ലൈറ്റ് തിരിച്ചു പോകുന്നു പറഞ്ഞായിരുന്നല്ലോ. ഒരിക്കൽ കൂടി ഞാൻ കാത്തിരിക്കും. വരുവാണെങ്കിൽ വീണ്ടും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്കപ്പോ ടിക്കറ്റ് ഒക്കെ ഓക്കെ ആവോ? ടിക്കറ്റ് ഒക്കെ ഞാൻ ഉണ്ടായിക്കോളാം. 2 ബസ് ടിക്കറ്റ് എടുക്കുന്നതിന് എന്താ എത്ര പാട്? ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നതിന് എന്താ എത്ര പാട്? ഒക്കെ ഞാൻ ഉണ്ടായിക്കോളാം. അർജുനേട്ടൻ ഞാൻ വരാം. പക്ഷെ ഞാൻ എന്റെ ഭർത്താവിനോട്, ദിവാകരേട്ടൻ, അന്ന് എനിക്കൊരു ജീവിതം എന്ന ആളല്ലേ, ഞാൻ സംസാരിച്ചു നോക്കട്ടെ. നോക്കൂ, അയാൾ വഴങ്ങുകയാണെങ്കിൽ ഞാൻ വരും. ഞാൻ വെയിറ്റ് ചെയ്യും. പഴയ ആ ഇടവഴി തന്നെ ഞാൻ വെയിറ്റ് ചെയ്യും. വേണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ഞാൻ അന്നേരം മുടി വെട്ടി തീരുവുള്ളൂ. അല്ല, എന്റെ മുടിയേ തീരുള്ളൂ. ഓക്കെ ശരി. മോനെ അർജുൻ, ഒരു കുഞ്ഞു കാണാതെ ഒരു അർജുൻ, നമുക്ക് വേറെ കടയിൽ പോയി വെട്ടാം കേട്ടോ. അപ്പുറത്തെ കേട്ടോ. ഇനി എന്നാ ചെയ്യാനാ? അത് പോയി കിട്ടി. അങ്ങനെ ഞാൻ മാറ്റി വെക്കാം. അതെ, അന്നൊരു അബദ്ധം പറ്റിയത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാൻ. എന്തബദ്ധമായിരുന്നു അന്ന് പറ്റിയത്? ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഞാനേ ഡീലുള്ളത് അതാ ഉരുണ്ടു പോയത്. മുടി ഒരുപാട് കൂടുതലുണ്ട്. സാറില്ല, അവിടെ ഇരുന്നോട്ടെ, എന്റെ മുടിയല്ലേ. ഞാനേ ഇന്നൊരു പെണ്ണ് കാണാൻ പോവാ. ഓഹോ, കല്യാണം കഴിക്കാൻ പോവാണോ? അതെ. ആര് പെണ്ണ് തന്നു? അതൊക്കെ എനിക്ക് പെണ്ണ് കിട്ടി. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ വെച്ച ഒരു അടി ഉണ്ടായി. 5 പേര് ഞാൻ നിന്ന് തല്ലി. തല്ല് കഴിഞ്ഞിട്ട് ഞാനൊരു സോഡ കുടിക്കാനായിട്ട് അപ്പുറത്തെ പെട്ടിക്കട ചെന്ന് നിന്നപ്പോ എന്റെ പുറത്തൊരു കൈ വന്നു വീണു. ആദ്യം ഇടിച്ചോ വന്നിടിച്ചാണോ? തിരിഞ്ഞു നോക്കിയപ്പോ നമ്മുടെ പൈലപ്പനാശൻ, പഴയ ഗുണ്ട പുള്ളി എന്റെ മുഖത്ത് നോക്കി ഒറ്റ ചോദ്യം, എന്റെ മോളെ കെട്ടാമോ പൊറിഞ്ചൂന്ന്.
ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഓ അപ്പൊ ആ പെണ്ണിനെയാണ് കെട്ടാൻ പോകുന്നത്. അവളെ ഇന്ന് ഞാൻ പെണ്ണ് കാണാൻ പോവാണ്. അപ്പൊ ഞാൻ ചെയ്തിട്ട് ശരിയാവണല്ല. എന്താ? എന്റെ മീശമ്മ നീ ഒരു താജ്മഹൽ പണിയണം. ഇതിലൊരു കുത്തുബിനാർ പണിതാ കുഴപ്പമുണ്ടോ? കൊന്നുകളഞ്ഞ. അയ്യോ അപ്പൊ താജ്മഹൽ മതി. താജ്മഹൽ മതി, ചെയ്യാം. ഈ മ്യൂസിയമില് ഒരു താജ്മഹൽ ഞാൻ പണിത് തരാം. അതിന് ഈ കത്രികയാണ് നല്ലത്. അർജുനേട്ടൻ ചേട്ടനെ സുന്ദരനാക്കി തരും. മുടിയിലൊന്നും ചെയ്യണ്ടല്ലേ? വേണ്ട വേണ്ട, മുടി മാത്രം മീശ മാത്രം. ഓക്കെ ഓക്കെ, ഇത് ഞാൻ റെഡിയാക്കി തരാം. നല്ല സ്റ്റൈലിന് കേട്ടോ മോളെ. അതൊക്കെ അത്ര നല്ല ഒരു ശകലം ട്രിം ചെയ്തോട്ടെ മുടി. മുടി മാത്രം. അല്ല അതെന്നാ പെണ്ണ് കാണാൻ പോല ഇച്ചിരി ട്രിം ചെയ്തിട്ട്. വേണ്ട, ഓക്കെ മീശമ്മ മാത്രം മതി. ഈ മീശമ്മേല് ഞാൻ താജ്മഹൽ പണിത് തന്നിരിക്കും. ഓക്കെ, ആദ്യം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യട്ടെ. അതൊക്കെ ചെയ്തോ. പതുക്കെ പതുക്കെ പതുക്കെ. മുടിയുടെ ഇടവഴി കൈ കേറുന്നില്ല കേട്ടോ, മൊത്തം ജടയാ. ഓഹോ, ഒരു സുഖം പോലെ ഫീൽ ചെയ്യുന്നില്ലേ? ഓക്കെ അർജുനേട്ടാ, അർജുനേട്ടന്റെ ആ വസ്തുതർക്കത്തിന്റെ കാര്യം എന്തായി? എന്റെ പൊന്നടാവി, അതൊന്നും പറയാതിരിക്കാ നല്ലത്. പെങ്ങളെ കെട്ടിയവനൊരുത്തരുണ്ടല്ലോ, അവനിപ്പൊ ഇതിന്ന് വീതം വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആകപ്പാടെ 12.5 സെന്റ് സ്ഥലമാണുള്ളത്. അതിൽ 6 സെന്റ് അവന്റെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾക്ക് എത്രയാ ഉള്ളത്? നിയമപരമായിട്ട് എനിക്ക് 8.5 കിട്ടേണ്ടതാണ്. പക്ഷെ ഈ 4 സെന്റ് അവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുകയല്ല. വേണ്ടി വന്നാലുണ്ടല്ലോ അവന്റെ ആ 4.5 സെന്റ് ഉണ്ടല്ലോ ഞാൻ കട്ട് ചെയ്ത് ദൂരെ കളയും. അത് വേറെ കാര്യം. അതേപോലെ എന്റെ അനിയത്തിക്ക് അവക്കൊരു 2 സെന്റ് ഇതിന്ന് കൊടുക്കണ്ടാണ്. അത് കൊടുക്കണം. അനിയത്തിയുടെ ഭർത്താവിനെ ഞാൻ പയ്യെ നൈസായിട്ട് അങ്ങോട്ട് ഒതുക്കി നിർത്തി കട്ടി ദൂരെ കളഞ്ഞു. അത് കളഞ്ഞേ. അങ്ങനെ എന്റെ ഇടയ്ക്ക് നോസിന്ന് വാങ്ങിച്ചോണ്ട് പോകാന്നുള്ള വിചാരമൊന്നും അവർക്ക് നടക്കുകയല്ല. അയ്യോ അർജുനേട്ടാ, ഇവിടെ ഇരുന്ന് മീശ എന്തി? ചേട്ടൻ മൊത്തം വെട്ടിക്കളഞ്ഞത് ഞാൻ എടുത്തില്ല. അമ്മയാണ് ഞാൻ എടുത്തിട്ടില്ല. നീ എടുത്ത സാധനം? ഞാനൊന്നും എടുത്തൊന്നുമില്ല. പിന്നെ ഇവിടെ സാധനം എന്ത്? അയ്യോ ഇയാൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ എന്നെ കൊല്ലുമല്ലോ. പുള്ളി ഉറക്കം എണീറ്റ് വന്നു കഴിഞ്ഞാൽ കൊല്ലും. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഇതിന്റെ അകത്ത് എന്നാ ചെയ്യാൻ പറ്റൂ? ഇനിയിപ്പോ എന്നാ നോക്കട്ടെ. എന്ത് ചെയ്യും? ഗാംഭീര്യമായിട്ട് കേറി വന്നവനാ. ഇനി അങ്ങനെ വിളിച്ചേൽപ്പിക്കുകയാളെ. ചേട്ടാ ഓയ് ചേട്ടാ, എല്ലാം കഴിഞ്ഞു. ഒട്ടുറക്കിട്ടുണ്ടായില്ല. കാണിച്ചു വെച്ചാണ് എനിക്ക് പെണ്ണുകാണാൻ പോണത്. പിന്നെ പോക്കത്തിലാണ് കാണിച്ചത്. 4 സെന്റിന്റെ ഇത് വന്നപ്പോ അങ്ങനെ അങ്ങോട്ട് ഇത് മറിയുടെ മുമ്പിൽ ഈ ബീച്ച വെച്ച് ഞാനെങ്ങനെ പോയി നിൽക്കോടാ? മറിയുടെ മുമ്പിൽ പോണ്ടെന്ന് നോക്കുന്നു. ബ്യൂട്ടി പാർലറാണ് അതിന്റെ. ബ്യൂട്ടി പാർലർ അല്ല, ബാർബർ ഷോപ്പ് ആയത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എങ്ങനെ പെണ്ണു? ഞാൻ പോയിട്ട് വരുവാടാ. വരുമ്പോ നിന്നൊക്കെ ശരിയാക്കോടാ. നിന്റെ മോലാളി, നീ എല്ലാത്തിനാണ് അന്നേരം ആ സ്ഥലത്തിന്റെ കാര്യം എടുത്തിട്ട് അതല്ലേ അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്? ഇനി അവൻ കേറി വരുമ്പോ ഉണ്ടല്ലോ നമ്മളെ കൊല വിളിക്കും അവൻ. മാറിക്കേ. അതിന് മുമ്പ് മുടിയൊക്കെ ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കിയിട്ട മോലാളി. എല്ലാം ഒതുക്കി. ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാ. ഇനി മേലി ക്ഷമിക്കണേ മോലാളി. ഇല്ല. നിങ്ങൾ ഗൾഫുകാരനല്ലേ? ഗൾഫിലായിരുന്നു. ലീവിന് വന്നപ്പോ ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് ഇത് ചെയ്താ. ഇന്ന് വൈകുന്നേരം നിങ്ങൾ തിരിച്ചു പോവാല്ലേ? കിട്ടുവാണെങ്കിൽ പോവാൻ. ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ കിടപ്പുണ്ടെങ്കിൽ ഞാൻ കയറി പോകതില്. ദിവാകരേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോ പാവം മനുഷ്യന് പാലിനകത്ത് ഞാൻ ഉറക്കോളിയെ കലക്കി കൊടുത്തിട്ടാ വന്നത്.
അറിയാമോ? നിങ്ങളിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചെങ്ങനെ അങ്ങോട്ട് പോകും? എന്നെ ചതിക്കുമായിരുന്നല്ലേ? അല്ല. ഇക്കണക്കിന് നിങ്ങൾ കല്യാണം കഴിച്ചില്ലെന്ന് പറയുന്ന കള്ളമല്ലേ? എന്റെ പൊന്നെ, എന്റെ 2 മക്കളാണ് സത്യം. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല.